ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടിയാഗോ ഈ വീട് വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. ഇപ്പോൾ ഒരു 55,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം ആണിത് കംപ്ലയിൻറ്റ് കാണിച്ചത്. നല്ല വൈപ്പ് ചെയ്യുന്നില്ല, നമുക്ക് ഒരു വരയൊക്കെ വീഴുന്നുണ്ട്. പുറകിലത്തെ വൈപ്പറിനാണ് കൂടുതൽ പ്രശ്നം. അത് നമുക്ക് ഇടുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെയാണ്, പ്രോപ്പറായിട്ട് മുട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ഓർഡർ ചെയ്തത്. കാരണം ഷോപ്പിലൊക്കെ തിരക്കിയപ്പോൾ ഫ്രണ്ട് വൈപ്പർ മാത്രമേ ഉള്ളൂ, പുറകിലത്തെ വൈപ്പർ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ നല്ല വിലയും വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോൾ ഒരു 700 രൂപയ്ക്ക് 3 വൈപ്പറും കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ബോഷ് പോലുള്ള കമ്പനിയുടെ ഒന്നുമല്ല. നമുക്കത് കാഴ്ചയിൽ കുറച്ച് ഭംഗി തോന്നുന്ന കവേഡ് ആയിട്ടുള്ള ടൈപ്പ് വൈപ്പറാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതതിൻ്റെ ബാക്ക് വൈപ്പറാണ്. വരുമ്പോൾ അതിനകത്തൊരു കവറിങ് ഒക്കെ തന്നിട്ടുണ്ട്, വൈപ്പറിൻ്റെ ബ്ലേഡ് ഭാഗം ചീത്തയായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കിപ്പം ഇതും എല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റ വിലയാണ് 700 രൂപ വന്നിരിക്കുന്നത്. ഇത് മാത്രം സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ നല്ല വിലയാകും. ബോഷിൻ്റെ നോക്കുമ്പോൾ ഇത്തരം പുറകിലത്തെ വൈപ്പറില്ല. അതൊരു അറിയപ്പെടുന്ന കമ്പനിയാണല്ലോ. പക്ഷേ ഇത് കമ്പനി കേട്ടിട്ടില്ല എങ്കിലും റിവ്യൂസൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ലെന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് ചെയ്തത്. ഇതിപ്പം അതിൻ്റെ ഫ്രണ്ടിലത്തെ 2 വൈപ്പർ വരുന്നതിന് അതിൻ്റെ മാത്രം പ്രൈസ് കാണിച്ചിരിക്കുന്നത് 999, മറ്റേതിന് 600 സംതിങ് ഒക്കെ കാണിച്ചിരിക്കണം. എന്നാൽ നമുക്ക് കിട്ടിയത് രണ്ടും കൂടി 700 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ കാഴ്ചയിൽ കുറച്ച് ഭംഗിയുണ്ട്, എന്നാൽ ലേശം വെയിറ്റ് കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലേഡൊക്കെ കുറച്ചുകൂടി കട്ടിയാണ്. നമുക്ക് മറ്റേ നേരത്തെ കിടന്നതിൻ്റെ അത്രയും ഒരു സോഫ്റ്റായിട്ടുള്ള ബ്ലേഡായിട്ട് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ബാക്കിലെ വൈപ്പർ മാറേണ്ടായിരുന്നു അത്യാവശ്യം. കാര്യം റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ മഴയുണ്ടെങ്കിൽ ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രോപ്പറായിട്ട് വൈപ്പ് ആവുന്നുമില്ല. അപ്പോൾ അത് കാരണം നമുക്കത് ഫ്രണ്ടിൽ വന്ന ആ സമയത്ത് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നിറയെ സിമെൻറ്റിൻ്റെ പൊടിയും അതെല്ലാം കൊണ്ട് കുഴപ്പമില്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന വൈപ്പറാണ്. പെട്ടെന്ന് ആ റോഡ് പണി ഭാഗത്തൂടെയൊക്കെ പോയപ്പോഴാണത് കംപ്ലയിൻ്റ് ആയത് കൂടുതലും. ഇപ്പോൾ നമുക്ക് അതിന് ഒരു പ്രൊട്ടക്ഷൻ കവറൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൊത്തം 3 വൈപ്പറാണ് നമുക്ക് ഇതിൽ ഈ 700 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവരിട്ട് തരും. എന്നാൽ നമുക്ക് തന്നെ ഈസി ആയിട്ടത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് മാറാം. വേറെ ആരുടെയും സഹായമൊന്നും തേടണ്ട. നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ നമുക്ക് തന്നെ മാറാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി മാറുന്നതെന്ന് നോക്കാം. വണ്ടി വാങ്ങിയിട്ട് 1 വർഷവും 55,000 കിലോമീറ്ററും ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും വൈപ്പർ പോയത്. കാര്യം 1 വർഷമൊക്കെ കിട്ടുന്നത് തന്നെ നല്ലതാണ്. പിന്നെ ഈ കൂടുതലും കുഴപ്പമില്ലാതെ കിടക്കുമായിരുന്നു. റോഡിലെ മൊത്തം സിമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത്രയും പെട്ടെന്ന് പോയത്. ഇപ്പോൾ പുറകിലത്തെ വൈപ്പറാണ് കൂടുതൽ പ്രശ്നം. അത് പ്രോപ്പറായിട്ട് ടച്ച് ആകത്തില്ല, പിന്നെ ഭയങ്കര സൗണ്ടുമാണ്. ഇപ്പോൾ നമ്മൾ ആ വൈപ്പർ പുതിയ വാങ്ങിയ വൈപ്പർ അതിൻ്റെ ഒപ്പം ഒന്ന് വച്ച് നോക്കിയതാണ്. കാരണം എന്ന് വെച്ചാൽ മുമ്പ് ഒരെണ്ണം ഓൺലൈനിൽ വാങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ സൈസ് കറക്റ്റില്ലായിരുന്നു. ഇത് വൈപ്പർ ഇടുമ്പോൾ തമ്മിൽ രണ്ടും മുട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതങ്ങനെ വെച്ച് നോക്കിയിട്ട് പ്രോപ്പറാണ്, നല്ല ഫിറ്റാണ്. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയ വൈപ്പർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു. പക്ഷേ ഈ വൈപ്പർ നമ്മൾ ഓർഡർ ചെയ്തെങ്കിലും വന്നിട്ട് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഒപ്പം അതേ അളവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല. പഴയ വൈപ്പർ നമുക്കൊന്ന് ഇട്ട് നോക്കാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. കുറച്ച് നമുക്ക് വ്യക്തമാകും. പിന്നെ വെള്ളത്തിൻ്റെ പാടൊക്കെ അതിൽ നല്ലപോലെ വരുന്നുണ്ട്. പുറകിലത്തെ വൈപ്പറും അത് തന്നെയാണ് അവസ്ഥ. നമുക്ക് ആദ്യം മുന്നിലത്തെ വൈപ്പർ മാറാം. അത് ആദ്യം വൈപ്പർ ഉയർത്തിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തിങ്ങനെ പിടിച്ച് ചരിക്കുമ്പോൾ കാണാം ഒരു ക്ലിപ്പ് പോലെയുള്ള. ആ ക്ലിപ്പ് ഞെക്കിയിട്ട് അത് പതിയെ താഴ്ത്തിയിട്ട് അതിങ്ങനെ കറക്കി അങ്ങ് എടുത്താൽ മതി. താഴ്ത്തിയിട്ട് നമുക്ക് താഴെ എടുത്തിട്ട് തിരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഊരിപ്പോകും. അപ്പോൾ അതിനൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ആദ്യം താത്തി മാത്രം ഊരിയാൽ മതി. വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യം ആ ഭാഗത്ത് തന്നെയുള്ള വലിയ വൈപ്പർ എടുക്കുക. അതിനകത്ത് ഒരു ക്ലിപ്പ് ഞെക്കിക്കഴിഞ്ഞാൽ അതും ഈസി ആയിട്ട് തന്നെ ഫിക്സ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വൈപ്പറും അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇളക്കിയെടുക്കുകയും നമുക്ക് അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. അത് ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ആക്സസറി ഷോപ്പിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വൈപ്പറും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുറകിലത്തെ വൈപ്പറാണ്. നമുക്ക് അതിന് മുമ്പ് ഈ വൈപ്പർ നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് അതിൻ്റെ മാക്സിമം സ്പീഡിലൊക്കെ ഇട്ട് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് ഇത് വെള്ളം മാറ്റുന്നുണ്ടോ അതോ തപ്പിന് മുട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അങ്ങനെ ഇട്ട് നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ അടിപൊളിയായിട്ട് തന്നെ വെള്ളമെല്ലാം പൈപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വെള്ളം പോകുന്നുണ്ട്. പുറകിലത്തെ വൈപ്പർ ഊരുന്നുമ്പോൾ അതിൻ്റെ ആ ഒരു ലോക്കിൻ്റെ പൊസിഷൻ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു സ്ലോട്ടിലായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ഇങ്ങനെ വൈപ്പറിൻ്റെ ഉള്ളിലോട്ട് കൈയിട്ട് പിടിച്ചിട്ട് വലിച്ചാൽ ആ ലോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഞാൻ ആദ്യം അത് കാണിച്ചത്, ഊരിയ ശേഷമുള്ള അവസ്ഥ. അപ്പോൾ നമുക്ക് പുതിയ വൈപ്പർ എടുത്തിട്ട് ആ ഒരു ലോക്കിലോട്ട് നമ്മൾ ഊരിയെടുത്ത അതേ രീതി തന്നെ തിരിച്ച് അങ്ങ് ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് ഫിക്സാക്കി വെക്കാൻ പറ്റും.
വളരെ എളുപ്പമാണ് അത്. പക്ഷേ ആദ്യം നമ്മൾ ആ ഒരു ലോക്കിൻ്റെ ഒരു കറക്റ്റ് ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അത് അതുപോലെ തന്നെ വലിച്ച് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ വൈപ്പറും ഇട്ട് നോക്കാം. അതും വളരെ ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട വൈപ്പറെല്ലാം മാറി എടുക്കുന്നതിന്. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, വളരെ ഒരു ഭംഗിയിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ലുക്ക് വന്നിട്ടുണ്ട് വണ്ടിക്ക്. നേരത്തെ തീരെ മെലിഞ്ഞ ഒരു വണ്ണം കുറഞ്ഞൊരു വൈപ്പറായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് നല്ല ഒരു ഭംഗിയുണ്ട്. പുറകിലത്തെ വൈപ്പറിന് മാറ്റമില്ല. അത് നേരത്തെ തന്നെ കവേർഡ് ആയിട്ടുള്ള വൈപ്പറാണ് വന്നിരിക്കുന്നത്. അത് സെയിം തന്നെയാണ് നമുക്കിപ്പം പുതിയത് വാങ്ങിക്കുമ്പോഴും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ടിലെ വൈപ്പർ നല്ല ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കാഴ്ചയിൽ. നമുക്ക് പ്രീമിയം കാറുകളിലൊക്കെ ഇടുന്ന ആ ഒരു ഭംഗി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പം നമുക്ക് വണ്ടിയിൽ മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് നോക്കുന്നത് കണ്ടു നോക്കിയാൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.